الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. പ്രിയപ്പെട്ട വിശ്വാസികളെ, സുന്ദുസ് വാലിയുടെ ഈദുൽ ഫിത്തർ ആശംസകൾ നേരുകയാണ്. ഈദുകൾ കടന്നു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കാനും അനുഭവിക്കാനുമുണ്ട്. നമുക്കറിയാം, ബാല്യകാലത്ത് പെരുന്നാളിൻ്റെ പുലരിയിൽ നമ്മെ കുളിപ്പിക്കാൻ ധൃതി കാട്ടിയിരുന്ന ഒരാൾ പുതുവസ്ത്രം ധരിപ്പിക്കാനും പുതുവസ്ത്രം ധരിക്കുന്നതിനിടയിൽ നാം സ്വന്തം കൈകൊണ്ട് ആവേശത്തോടെ വസ്ത്രത്തിൻ്റെ ബട്ടൺ ഇടാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കൈ തട്ടിമാറ്റി ഞാൻ തന്നെ പൂർണ്ണമായത് ചെയ്തു തരുമെന്ന നിലക്ക് പൂർണ്ണമായി വസ്ത്രമിട്ടു തന്ന ഒരാൾ, ആവശ്യമുള്ള സുഗന്ധമൊക്കെ പൂശി നാം ഇങ്ങനെ പള്ളിയിലേക്ക് വർണ്ണശബളമായി നടന്നു പോകുന്നത് വളരെ ആത്മാർത്ഥമായി സായുജ്യ നയനങ്ങളോടുകൂടെ നോക്കി നിന്ന ഒരാൾ, അഥവാ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ. പലരുടെയും മാതാക്കൾ ആറടി മണ്ണിലാണ്. ഇതിനെല്ലാം ചെയ്തു തന്ന പ്രിയപ്പെട്ട പിതാവ്, പലരുടെയും പിതാവ് ആറടി മണ്ണിലാണ്. മരണപ്പെട്ട മാതാപിതാക്കളുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ, ആഘോഷത്തിൻ്റെ തിമർപ്പിൽ അല്ലെങ്കിൽ ആഘോഷത്തിൻ്റെ ആഹ്ലാദത്തിൽ നമുക്ക് നമ്മിൽ നിന്ന് വേർപെട്ടു പോയവരെ മറക്കാനാവില്ല. ആ ഗണത്തിൽ ഗുരുനാഥന്മാരുണ്ട്, ആ ഗണത്തിൽ സഹപാഠികളുണ്ട്, ആ ഗണത്തിൽ ശിഷ്യന്മാരുണ്ട്, ആ ഗണത്തിൽ അനവധി സ്നേഹവലയങ്ങളുണ്ട്. അവരെല്ലാം ആറടി മണ്ണിൽ പ്രതിഫലത്തിൻ്റെ നാളും പ്രതീക്ഷിച്ചുകൊണ്ട് കടക്കുകയാണ്. അള്ളാഹുവേ, അവരുടെ ഖബർ നീ സന്തോഷമാക്കി നൽകണം അല്ലാ. അലിയുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈദുൽ ഫിത്തർ ദിനത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സവിധത്തിലേക്ക് ഒരു അതിഥി കയറി വന്നു. അതിഥി കാണുന്നത് വളരെ മിനുസമില്ലാത്ത, സുഖകരമല്ലാത്ത, ഉണങ്ങിയതായി തോന്നുന്ന റൊട്ടികൾ പെരുന്നാളിൻ്റെ ദിനത്തിൽ അലിയുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭക്ഷിക്കുന്നതായി കാണുകയാണ്. ആഗതൻ ചോദിച്ചു അലി തങ്ങളോട്, യൗമുൻ ഈദ് വ ഖുബ്സുൻ ഖശിൻ, ഈദിൻ്റെ ദിവസമാണ്. ഈ ഈദിൻ്റെ ദിവസത്തിൽ ഒരമുള്ളതായ റൊട്ടികൾ ഭക്ഷിക്കുകയോ? അലിയുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആഗതൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ആർക്കാണ് ഈദ്? ആഘോഷം ആർക്കാൻ? ഈദുൽ ഫിത്തർ ആർക്കാൻ? വ്രതാനുഷ്ഠാനങ്ങൾ സ്വീകരിക്കപ്പെട്ടവൻ, രാത്രിയിലെ നിസ്കാരങ്ങൾ സ്വീകരിക്കപ്പെട്ടവൻ, റമദാനിൻ്റെ രാപ്പകലുകളിൽ പുണ്യകർമ്മങ്ങൾ നിർവഹിക്കപ്പെട്ടത് സ്വീകരിക്കപ്പെട്ട മനുഷ്യനാരോ അവനാണ് ഈദുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഈദാൻ. അൽ യൗം ഈദ് വ ഗദൻ ലനാ ഈദ്, ഇന്ന് നമുക്ക് ഈദാൻ, നാളെയും നമുക്ക് ഈദാൻ. കാരണം സർവലോകനാഥനോട് എതിര് ചെയ്യാത്തവർക്ക് എല്ലാ ദിവസവും ഈദ് തന്നെയാണ്. തദൈവ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലും ഒരു സംഭവമുണ്ട്. രണ്ടാം ഉമർ എന്നറിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പെരുന്നാൾ ദിനത്തിൽ മഹാനവറുകളെ സന്ദർശിക്കാനും പെരുന്നാളിൻ്റെ സന്തോഷങ്ങൾ പങ്കിടാനും ആ നാട്ടിലെ പലരും കടന്നു വന്നു. പ്രായമുള്ളവർ ആ കൂട്ടത്തിലുണ്ട്, കുട്ടികൾ ആ കൂട്ടത്തിലുണ്ട്. എല്ലാവരുമായും സന്തോഷങ്ങളും ആശംസകളുമൊക്കെ പങ്കുവച്ചതിന് ശേഷം മഹാനവറുകൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മകൻ വളരെ
മുഷിഞ്ഞ വസ്ത്രവുമായി താഴ്ന്ന വസ്ത്രവുമായി നിൽക്കുന്ന രംഗമാണ് കണ്ടത്. മറ്റുള്ളവരെല്ലാം ആട്ടിടയന്മാരുടെ മക്കൾ വരെ വളരെ സന്തോഷമുള്ള തിളങ്ങുന്ന വസ്ത്രങ്ങളാണ്, പുതുവസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നതെങ്കിലും ഖലീഫയായ തൻ്റെ പുത്രൻ വളരെ താഴ്ന്ന വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ രംഗം സഹിക്കാനായില്ല. മഹാനവറുകൾ കണ്ണു നിറഞ്ഞു തല താഴ്ത്തി. പ്രിയപ്പെട്ട പുത്രൻ ചാരത്ത് വന്നിട്ട് ചോദിച്ചു, മല്ലദി അബ്ഖാഖ്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ അങ്ങയെ കരയിപ്പിച്ച വസ്തു എന്താ? അങ്ങെന്തിനാണ് തല താഴ്ത്തിയിരിക്കുന്നത്? മഹാനവറുകൾ പ്രതികരിച്ചു, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞി മോനെ, മറ്റുള്ളവരെല്ലാം പുതുവസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്, നീ മാത്രം താഴ്ന്ന വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ആ കുട്ടികൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ ഹൃദയം തകർന്നു പോവില്ലേ? ഉടനെ ബുദ്ധിമാനായ മകൻ പ്രതികരിച്ച പ്രതികരണം എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, ഹൃദയം തകരുന്നത് ആർക്കാണ്? ആരുടെ ഹൃദയമാണ് തകരേണ്ടത്? അത് സൃഷ്ടാവിനോട് എതിര് ചെയ്ത ആളുകളുടെ ഹൃദയമാണ് തകരേണ്ടത്. സർവലോകനാഥന് തെറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഹൃദയമാണ് തകരേണ്ടത്. തൻ്റെ ഉമ്മയോടും തൻ്റെ ഉപ്പയോടും എതിര് ചെയ്തിരിക്കുന്ന ആളുകൾ, അവരുടെ ഹൃദയമാണ് തകരേണ്ടത്. ഞാൻ ആശിക്കുന്നത് എൻ്റെ സർവലോക സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ പൊരുത്തമാണ്, എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ പൊരുത്തമാണ്, എൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ പൊരുത്തമാണ്. ആ പൊരുത്തം എനിക്കുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ ആഘോഷവും സന്തോഷവും അതാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തൻ്റെ മകനെ കൂട്ടിപ്പിടിച്ചു, നെഞ്ചോട് ചേർത്തിപ്പിടിച്ചു, ആ നെറ്റിത്തടങ്ങളിൽ ചുംബിച്ച് ആശംസിച്ചു പറഞ്ഞയച്ചുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ രണ്ട് സംഭവവും നമ്മുടെ മുന്നിൽ വെക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? ഇന്നമൽ ഈദു ലിമൻ അത്വാ അല്ലാഹ്. ഈദ് എന്ന് പറയുന്നത്, ആഘോഷം എന്ന് പറയുന്നത് അള്ളാഹുവിന് അനുസരിച്ച ആളുകൾക്കാണ്. പുതുവസ്ത്രം ധരിക്കുന്നതിലല്ല യഥാർത്ഥത്തിൽ ഈദുള്ളത്. അത് സുന്നത്തായ ഒരു കർമ്മം മാത്രമാണ്. യഥാർത്ഥത്തിൽ പുതുവസ്ത്രത്തിലും സന്തോഷത്തിലും ആഹ്ലാദത്തിലും എല്ലാറ്റിലും അർത്ഥമുണ്ടാകുന്നത് നാം അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോഴാണ്, പരിശുദ്ധമായ റമദാൻ കൊണ്ട് പരിവർത്തനമുണ്ടാക്കുമ്പോഴാണ്. അള്ളാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയും പരിശുദ്ധമായ ഈദുൽ ഫിത്തർ നന്മയിൽ ചെലവഴിക്കാൻ നമുക്ക് നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥന ആശംസയായി ആവർത്തിച്ച് നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.